Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം. 14-ാം അധ്യായം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് അന്യഭാഷയിൽ അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അതിൽ ഒതുങ്ങരുത്, അടുത്ത പടിയിലേക്ക് കയറണം. ഹല്ലേലൂയ. ചിലർക്ക് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു അഭിഷേകം കിട്ടിയപ്പോൾ അവർ അതുകൊണ്ട് ഒതുങ്ങിപ്പോയി. അടുത്ത പടിയിലോട്ട് കയറണമെന്ന് പൗലോസ് പറയുക. അന്യഭാഷ ലഭിച്ചവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. പൗലോസ് പറയുക, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. നിന്റെ കാര്യത്തിൻ്റെ മേൽ ഇന്നൊരാത്മാവിനുള്ള പ്രാർത്ഥന ഉയരട്ടെ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ഇച്ചുരുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ശക്തിപ്പെടുത്തിക്കേ. ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പേണ്ടതിന്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, പിശാച് തന്ത്രശാലിയാണ്. കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, അപ്പൊ ഈ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞ കുടുംബങ്ങളെ കീഴടക്കുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. നിന്റെ പ്രാർത്ഥനയെ പുറകോട്ട് വലിക്കുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. പക്ഷെ ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ തന്നെ ആര് പ്രാർത്ഥനയ്ക്ക് ഉണർത്തുന്നോ അവനാണ് പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കുന്നവൻ. ചെറുടെ മനസ്സിലാക്കി തരാം. സാത്താൻ തന്ത്രങ്ങൾ മടയും. അത് ഞാൻ മനസ്സിലാക്കി തരാം. യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമെന്ന് വേണ്ട, ഞാൻ നിങ്ങൾ പറയാം. സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കർത്താവേ, അവന്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നീ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക, വേലി കെട്ടി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ അവന്റെ വീടിന് ചുറ്റും എന്തോ കെട്ടിയേക്ക, മതില്. ഈ പണ്ടൊക്കെ അറിയോ, പണ്ടൊക്കെ വലിയ വീട് വെച്ചിട്ട് കുഞ്ഞു മതിലാ വെക്കുന്നത്. ഇപ്പൊ കുഞ്ഞു വീട് വെച്ചിട്ട് വലിയ മതിലാ വെക്കുന്നത്. മനസ്സിലായിട്ടില്ലയോ?
എന്ന് പറഞ്ഞാൽ ഭാര്യ മുറ്റത്തിറങ്ങിയാൽ കാണരുത്, പിള്ളേർ മുറ്റത്ത് കളിച്ചാൽ കാണരുത്, അവിടെ അടിയുണ്ടാക്കിയാലും അവിടെ ആരും അറിയരുത്. ഇനി ഒരു കള്ളൻ ചാടിക്കേറിയാൽ അവൻ തിരിച്ചു കയറുന്നതിന് മുമ്പേ അവനെ അടിച്ച് താഴെ ഇടുകയും ചെയ്യാം. പല പല പ്രയോജനങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇയ്യോബിന്റെ വീടിന് ചുറ്റും ആര് വേലി കെട്ടി? ദൈവം വേലി കെട്ടി. ഇതാരാ പറയുന്നേ? സാത്താൻ. അപ്പൊ തന്നെ ഇയ്യോബിന്റെ വീട്ടിൽ ഗസ്റ്റ് വരുന്നതിന് ആ വേലി തടസ്സമില്ല, ബന്ധുക്കൾ വരുന്നതിന് തടസ്സമില്ല. പക്ഷെ സാത്താൻ പറയുന്നു വേലിയുണ്ടെന്ന്. പല പ്രാവശ്യം എത്തി നോക്കാൻ വന്നു, അടുക്കാൻ വയ്യാത്തൊരു അഗ്നിയുടെ വേലി. പ്രാർത്ഥിക്കുന്ന നിനക്ക് ചുറ്റും ഒരു അന്ധകാരത്തിനും മനസ്സിലായില്ല. യെസ്, തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇച്ചിരൂടെ ഗഹനായിട്ട് പോവാം. എനിക്കറിയാം ഇന്ന് വലിയ കാര്യം ഇവിടെ നടക്കും. ദാനിയേൽ വായിക്കണം, ഞാനങ്ങ് പറയാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം കാണാതെ പറയണം. രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ താൻ മുമ്പേ ചെയ്തു വന്ന പോലെ മുട്ടുകുത്തി യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു. താൻ മുമ്പേ ചെയ്തു വന്ന പോലെ. ദാനിയേലേ, നിനക്കെതിരെ രേഖ. പേടിയില്ല. എന്താ? എനിക്കൊരു പതിവുണ്ട്. മിണ്ടുന്നില്ല. ദാനിയേലേ സൂക്ഷിക്കണം, സിംഹം അലറുന്നുണ്ട്. അപ്പൊ ദാനിയേൽ സിംഹത്തെ അലറാനാ സൃഷ്ടിച്ചേക്കുന്നത്, അലറിക്കോട്ടെ. പക്ഷെ എന്നോട് അടുക്കുകയല്ല, ഞാൻ ആള് വേറെയാ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. സിംഹത്തിന്റെ അലർച്ച കേട്ട് പ്രാർത്ഥിക്കുന്നവൻ പ്രയർ നിർത്തരുത്. സിംഹത്തിന്റെ വഴി അലറട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ വഴി വ്യത്യസ്തമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പല സിംഹങ്ങളും അലറിയേക്കാം. പക്ഷെ അത് കണ്ട് നീ പ്രയറിന്ന് പുറകോട്ട് പോകരുത്. കുഞ്ഞെ, പ്രയറിന്ന് പുറകോട്ട് പോയെന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൽ നിന്ന് പുറകോട്ട് പോയെന്നാ. പ്രാർത്ഥനയെന്ന് പുറകോട്ട് പോയെന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൽ നിന്ന് പോയെന്നാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആത്മീയ ജീവിതം ജയിക്കേണ്ട ജീവിതമാണ്. ആത്മീയ ജീവിതം ഒന്ന് കൈ കൊടുത്തു പറയാം, ജയിക്കേണ്ട ജീവിതം എന്ന് പറ. ഇതിനകത്ത് തോറ്റവൻ ഇരിപ്പുണ്ട്, തോറ്റ് തൊപ്പിയിട്ടവൻ ഇരിപ്പുണ്ട്. മിണ്ടുന്നില്ല. ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. മിണ്ടുന്നില്ല ആരോടും. കൈയടിക്കും, കുഴപ്പമില്ല. ഗ്ലോറി, വിക്ടറി, രക്തം ജയം. തോറ്റ് തൊപ്പിയിട്ട് എന്നേ ഇങ്ങോട്ട് സഹകരിച്ച കുഞ്ഞെ. പക്ഷെ ആത്മീക ജീവിതം ജയജീവിതമാ. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്നോണ്ട് ആത്മീയ പ്രയർ പവർഫുൾ ആക്കാമോ? നിന്റെ ലൈഫ് ബ്ലെസ്ഡ് ആവും. എത്ര പേരൊന്ന് തയ്യാറാ? നീ ഒറ്റയ്ക്ക് മതി. നിന്റെ വീടിനെ ഇളക്കി മറിക്കാൻ നീ ഒറ്റയ്ക്ക് മതി. ദാനിയേലേ ഒറ്റയ്ക്ക് നിന്നു. ഒരു രാജ്യത്തിന്റെ നിയമം തിരുത്താൻ നിന്റെ ഒരാളുടെ പ്രയർ മതി. ചരിത്രത്തിൽ ആദ്യമായി സിംഹങ്ങളോട് കൂടെ രാപാർക്കാൻ ഒരു മനുഷ്യനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാ. എന്താ കാര്യം? ഒരു സിംഹം നിന്നെ തൊടത്തില്ല. സിംഹത്തിന്റെ അലർച്ചയേൽക്കാൻ വലുതാണ് നിന്റെ പ്രയർ. താങ്ക് യു ലോർഡ്. കുഞ്ഞെ, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു വെളിപ്പാട് പറയാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ എന്ത് വരാൻ സാധ്യത ഉണ്ട്? മടുപ്പ്. വേറൊരു വാക്യമുണ്ട്, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. വേറൊരു വാക്യം, മറുപടിയെ തടഞ്ഞു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും. പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും, പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. പക്ഷെ മടുപ്പും മുടക്കവും തടസ്സവും ഒരു വഴിക്ക് വന്നാലും അതിനിടയ്ക്കൂടെ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് എന്നോട് ഹല്ലേലൂയ ഇങ്ങനെ സംസാരിക്കുക. മുടങ്ങിയ പലതും ഇന്ന് തുടങ്ങണം. തടസ്സപ്പെട്ട പലതും ഇന്ന് തിരിച്ചു പിടിക്കണം. യെസ്, നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ വീടിനെ കരകയറ്റാൻ പറ്റും. നിന്റെ പ്രാർത്ഥന കൊണ്ട് രോഗത്തെ ജയിക്കാൻ പറ്റും. നിന്റെ പ്രാർത്ഥന കൊണ്ട് കടബാധ്യത ജയിക്കാൻ പറ്റും. പ്രാർത്ഥിക്കാൻ വായുകളെ തുറന്നോ. പ്രാർത്ഥനയ്ക്ക് സജീവമായിക്കോ. പ്രാർത്ഥനയിൽ കയറി നിന്നോ. ഓരോരുത്തരും വരുന്നതിന് ഓരോ ലക്ഷ്യമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ചിലർ സഭയെ ചേരുന്ന കല്യാണം കഴിക്കാനാ,
മിണ്ടുന്നില്ല. ഇന്നാളെ ഒരു ചെറുക്കൻ പമ്മി എൻ്റെ അടുക്ക വന്നു. അനിബ്രദറെ ശുശ്രൂഷ ഭയങ്കര ശുശ്രൂഷയാ. ഞാൻ പറഞ്ഞു, കൊള്ളാം മോനെ. പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ ഒരു ആരാധകനാ. ഞാൻ പറഞ്ഞു, എന്നെ ആരാധിച്ചിട്ട് കാര്യമില്ല, യേശുവിനെ ആരാധിക്കുക. മിണ്ടുന്നില്ല. മനസ്സിലായോ? സ്തോത്രം. ഇവൻ എന്നെ പൊക്കാവുന്നിടത്തോളം പൊക്കി. എന്നിട്ട് എന്നോട് പറയാം, എനിക്കിവിടെ മെമ്പർഷിപ്പ് വേണം. ഞാൻ പറഞ്ഞ് ആലോചിച്ചാലേ പറ്റത്തുള്ളൂ. മിണ്ടുന്നില്ല. സ്തോത്രം. അങ്ങനല്ല ബ്രദറെ, സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ഞാൻ പറഞ്ഞു, സഭ വാടകയ്ക്ക് കൊടുക്കും, അറിയിക്കാം. ചുരുക്കി പറഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ, സഭയ്ക്കകത്തുള്ളൊരു പെങ്കുച്ചുമായിട്ട് പ്രേമമാ. അതിനവൻ സ്നാനപ്പെടാനും തയ്യാറാ, കല്യാണം കഴിക്കാനും തയ്യാറാ. അനി ബ്രദർ നടത്തിയും കൊടുക്കണം. ഞാൻ പറഞ്ഞു, നിന്നെ സ്നാനപ്പെടുത്തത്തുമില്ല, നിന്റെ കല്യാണവും നടത്തത്തില്ല. മിണ്ടുന്നില്ല. ഓരോരുത്തരും വരുന്നതിന് ഒരു ലക്ഷ്യം വരാം. പക്ഷെ നീ വരുന്നൊരു ലക്ഷ്യം നിത്യതയായിരിക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്നാളെ ഒരു ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദർ, ആൻറ്റിയുടെ മോൾ ഒരു മോനെ പ്രേമിക്കുന്നുണ്ട്. അപ്പം അവർ വിശ്വാസത്തിലൊന്നും അല്ല. അപ്പം എന്നോട് പറയുക, എൻ്റെ മോൾ വലിയ കൃപ ചെയ്ത് ഒരാത്മാവിനെ കൂടെ നേടാൻ പോവാ. ഞാൻ പറഞ്ഞു, ഇപ്പം നേടണ്ടെന്ന് പറഞ്ഞു. ആ കുരിശൂടെ പിന്നെ നമ്മളെടുത്തോളാൻ ഉള്ളത് വഹിക്കാൻ വയ്യാഞ്ഞിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ പുറകോട്ട് പോകും. എന്നാൽ പ്രാർത്ഥനയുടെ ലക്ഷ്യത്തിൽ ഇറങ്ങുന്നവൻ തല അറുത്തു മാറ്റിയാ പോവുക. ആമേൻ. ദാനിയേലെ സിംഹം അലറുന്നുണ്ട്. അതിനലറരുതോ? സിംഹമേ, നിന്നെ കാട്ടി നിന്റെ അലർച്ചയ്ക്ക് മുമ്പിൽ പതറത്തില്ല. ഞാൻ വിളിക്കുന്നവൻ ജീവനുള്ളവനാ. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അവൻ എനിക്ക് മറുപടി തരും. പ്രശ്നം ഉണ്ടായപ്പോ ഉടനെ പ്രാർത്ഥിക്കാൻ പോവല്ല. ഇതൊരു പതിവ് പ്രാർത്ഥനയാണ്, മുടക്കത്തില്ല. 3 തരം പ്രാർത്ഥന. ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച എന്തിനാ കരഞ്ഞോണ്ട് എന്നാടാ ഗുണം പറയാം. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ആടിനെത്തിയിട്ട് ഒരു വടി ഓടിച്ചു തന്നു, അപ്പുറത്തെ തേക്കെന്ന്. ഇതിനെ കൊണ്ട് ആടിനെത്തിയിട്ടടാ. ആടിനെത്തിയിട്ടിടത്ത് എൻ്റെ കണ്ണുനീര് കണ്ട് ഒരുവൻ ഇറങ്ങി വെച്ച് പറഞ്ഞു, ആ വടി കളഞ്ഞു, ഒരു വടി ഞാൻ നിനക്ക് തരാം, അത് രാജ്യത്തിന്റെ ചെങ്കോല. ഞാനൊരു ആത്മീക ദൂത് പറയാ, നിന്നെ ജനിപ്പിച്ച അപ്പൻ നിന്റെ മേലിട്ടിരിക്കുന്ന ചിത്രം മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക, നീ പ്രാർത്ഥിച്ചാൽ, നീ ഉപവസിച്ചാൽ, നീ പ്രാർത്ഥനയിൽ പോരാടിയാൽ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും നീ ഒരു വെളിപ്പാട് പ്രാപിച്ചാൽ ചില തടസ്സങ്ങളെ നീ തന്നെ പൊട്ടിക്കും. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിനകത്ത് ഒരു കഥാപാത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. ലോകം മുഴുവൻ ആ കഥാപാത്രത്തെ കുറിച്ച് പ്രസംഗിക്കുക. അവന്റെ പേരാണ് യബേസ്. ആമേൻ. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. ദുഃഖപുത്രൻ. അവന്റെ നെറ്റിക്ക് എഴുതി വെച്ചേക്കുക ദുഃഖപുത്രൻ. എന്നാൽ അവൻ ഒരു കാര്യം മനസ്സിലായി, ഈ ലേബല് പൊട്ടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രയർ. ഒരാമീൻ പറയട്ടെ. നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നിന്റെ മേൽ അടിച്ചിരിക്കുന്ന ലേബല് പൊട്ടാൻ വേറെ ഒരു കുറുക്കു വഴി നോക്കണ്ട. പ്രയർ. സഭയെ പ്രാർത്ഥിര്, ദൈവമക്കളെ പ്രാർത്ഥിര്, ഈ പകൽ പ്രാർത്ഥിര്. ഇനി എന്താ പ്രയർ? പ്രാർത്ഥന എന്താ? പഠിച്ചു വെച്ച വാക്കുകളുടെ അക്ഷരങ്ങളുടെ അമ്മാനമാടുന്നതാണോ പ്രയർ? മിണ്ടുന്നില്ല. അഖിലാണ്ടത്തെ ചമച്ചവനെ ആകാശത്തെ ഭൂമിയെ ഉണ്ട്, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന നല്ല. പക്ഷെ ആ ബന്ധം ഉണ്ടല്ലേ പ്രാർത്ഥിക്കാവൂ. മിണ്ടുന്നില്ല. ശ്രദ്ധിക്കണേ കുഞ്ഞെ, ഞാനൊരു സത്യം, പ്രാർത്ഥന എന്തുവാ? അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവത്തോടെ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന ഇല്ലാത്തവന്റെ പ്രാർത്ഥന ഒരു നാടകമാണ്. ഈ നാടകം എക്കാലത്തും നിൽക്കുകയല്ല കുഞ്ഞെ. പ്രാർത്ഥന നാടകമാക്കല്ലേ. ഈ ഷോ കാണാൻ ആള് കാണുകയല്ല. പക്ഷെ യഥാർത്ഥ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന നിത്യത വരെ എത്തും. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും ശുശ്രൂഷയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കഷ്ടതയിൽ കൂടെയും പ്രതിസന്ധത്തിൽ കൂടെ ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. മിണ്ടുന്നില്ല. നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടല്ലേ നമ്മളെല്ലാം ചെയ്യത്തുള്ളൂ. എന്നോട് പണം കരുത്. മിണ്ടുന്നില്ല. സ്തോത്രം. നാളെ ഒരാൾ എന്നോട് സുവിശേഷ വേലയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ വരുന്നില്ല, ഒരു സുഖമില്ല. അപ്പൊ ഇവനെ സൂചിപ്പിക്കുന്നതാണോ കർത്താവിൻ്റെ പണി? അല്ല, എനിക്കറിയാമേ എന്ന് ചോദിക്കുവോ?
മറ്റുള്ളവർ ചെന്തവന് ഒരു രസമില്ല. അപ്പൊ രസിപ്പിക്കാനാണോ ഇത്? മിണ്ടുന്നില്ല. നീ പഠിച്ചു വെച്ച റൂട്ട് വേറെയാ. മനസ്സിലായില്ല? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു പോർക്കളവാ. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്. അവനോട് മല്ലുകെട്ടാൻ ഇറങ്ങിയ പല നിന്നെ കേൾക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾ അതിന് മുന്നിൽ പതറത്തില്ല. ഞങ്ങൾ ഒരുവന്റെ പുറകെയാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എനിച്ചിട്ട് ആഴമായിട്ട് ഈ ദൂതിനെ ഒന്ന് കൊണ്ടുപോകാൻ പോവുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞ് പ്രാർത്ഥനയാൽ എല്ലാം നേടാൻ പറ്റും. ഒന്ന് കൈ കൊടുത്ത് വെച്ചോ, പ്രാർത്ഥനയാൽ നേടാൻ പറ്റുമെന്ന് പറ. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കാര്യങ്ങളെ ദൈവം തിരിച്ചോണ്ട് വരട്ടെ. പ്രാർത്ഥിക്കുന്ന നീ പ്രവചിക്കുന്ന പോലെ നിന്റെ വീട്ടിൽ നടക്കും. ഇപ്പം നിന്റെ വീട് ഡിസോർഡർ ആണ്, എഴുതി വെച്ചോ, താമസിയാതെ അത് ഓർഡർ ആകും. നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ വീടിനകത്ത് വിടുതൽ സംഭവിക്കും. പക്ഷെ പ്രാർത്ഥനയിൽ മടുക്കരുത്. അപ്പൊ നമുക്കൊരു പതിവ് പ്രയർ ഉണ്ടായിരിക്കണം. ഒരാമീൻ പറഞ്ഞാട്ടെ. ചിലർക്ക് വല്ലപ്പോഴും ഒക്കെ ഈ മൊബൈൽ റേഞ്ച് വിട്ട് പിടിക്കുന്നതല്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ചിലപ്പോൾ പ്രവാചകന്മാർക്കൊക്കെ ദൈവം പറയും, മോനെ പ്രാർത്ഥിച്ചോണം, ഒരു അപകടം മുമ്പിലുണ്ട്. കള്ളപ്രവചനമൊന്നുമില്ല, കറക്റ്റാണ്, നിന്നെ ഉണർത്താൻ വേണ്ടിയായിരുന്നു. അന്ന് ഇങ്ങോട്ട് എൻ്റെ പൊന്നു ബ്രദർ എഫേസ്യ ലേഖനം വിടുക, റോമർക്ക് എഴുതിയ ലേഖനം വിടുക, തെസ്സലോനിക്കർക്ക് വിടുക, പാസ്റ്റർ ഇനി ബൈബിൾ സ്റ്റഡി എന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം? ആയുസ് വരാത്ത ഉള്ളിയാ. 4 ദിവസം വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, എഫേസ്യന് വായിച്ചു, റോമർ വായിച്ചു, ഗലാത്യ വരും. 4 ആഴ്ച കഴിയുമ്പോൾ കാണാനില്ല. ഇല്ല ഉയ്യാ. അതാണോ ആത്മീയ ജീവിതം? അതാണോ പ്രയർ ലൈഫ്? നോ. ഒക്കുമ്പം കുതിച്ച് മുന്നോട്ട്, ഇല്ലാത്തപ്പം നമുക്കിപ്പോ സൗകര്യമില്ല. അരുത്, അരുത്. അറിവില്ല പറഞ്ഞു തരിക, അരുത്. 1 ഇഞ്ച് നീ പുറകോട്ട് പോകുമ്പം നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലുക. ഒരാമീൻ പറഞ്ഞോട്ടെ. നീ അകലരുത്. ഇതൊരു പോർക്കളമാണ്. അനേകരെ തകർത്ത ശക്തിയാണിത്. അതിനെ ജയിക്കുന്ന ഒന്നാണ് പ്രയർ. ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ രഹസ്യമേ അവരുടെ ജ്ഞാനവും ബുദ്ധിയൊന്നും അല്ലായിരുന്നു, പ്രയറാ. ഈ അപ്പോസ്തല പ്രവൃത്തി എടുത്തേ, ഒരു കൊച്ചു വാക്യം അതൊന്നും അല്ല പറയാൻ പോകുന്നത്. നോക്കിയേ, എനിക്ക് കൊരിന്ത്യ ലേഖനത്തിലും റോമലേഖനത്തിലും പത്രോസ് ലേഖനത്തിലൊക്കെ വരണ്ടേ. 6-ാം അധ്യായം എന്നെടുത്തേ, നിങ്ങൾക്കൊന്ന് മനസ്സിലാണ്. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാല്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. മതി. ഈ ഒന്നാം വാക്യം വായിച്ചേ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഈ സഭയിൽ ആള് കൂടിയപ്പോഴേ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആള് കൂടുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇല്ലയോ? ഉണ്ടാകാതിരിക്കുന്ന എങ്ങനെ? നമ്മളെല്ലാം കൂടെ കൂടുന്നില്ലേ സഭ? സഹകരിച്ചേ അല്ലേ? നമ്മുടെയൊക്കെ സ്വഭാവം നമുക്കൊക്കെ തന്നെ. നാളെ ഒരാൾ പറഞ്ഞു, ഞാൻ പ്രശ്നമില്ലാത്തൊരു സഭയെ പോവുക. അപ്പം മാലാഖമാര് മാത്രം കൂടുന്ന ഒരു ചർച്ച സ്വർഗത്തിൽ നിന്ന് ഇറക്കണം പുള്ളിക്ക് അവിടെ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം മനസ്സിലായോ? ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒന്ന് ശക്തിപ്പെടാമോ? പ്രാർത്ഥനയിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാമോ? അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അപ്പൊ ഇതിനകത്ത് പ്രശ്നമുള്ള ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ ജനത്തെ വലുതായിട്ട് നോക്കുന്നില്ലെന്നൊരു പിറുപിറുപ്പ് അവിടെ ഉണ്ടായി. അതേ ഉള്ള കാര്യം. ഞാനോട് ദൈവത്തിന്റെ ദൂത് പറയാൻ കുഞ്ഞെ, ശ്രദ്ധിച്ചേ. ആമീൻ. നീ ആരെയാ വിശ്വസിക്കുന്നുള്ള ഉറപ്പ് നിന്റെ അകത്ത് വേണം. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? അപ്പൊ അവര് പറഞ്ഞു, എല്ലായിടത്തും കണ്ണ് ഓടിച്ചെല്ലുന്നില്ല. ഉടനെ അവര് ലീഡേഴ്സ് പറഞ്ഞ കേട്ടോണം. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ. വഴിയെ വന്നവനെ ഒന്നും വിളിച്ച് ഉത്തരവാദിത്വം കൊടുക്കരുത്. അവസാനം നീ വഴിയിലാവും. ഉണ്ടെന്നില്ല. അപ്പൊ ആരെയാ കൊടുക്കേണ്ടവർ ആരെയൊക്കെയാന്ന് കേട്ടോ? ഒന്നുകൂടെ വായിച്ചേ.
ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാനോർ, തിമോൻ, പർമെനാസ്. പേരിന് ക്ഷാമമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പിടിച്ചോണപ്പം ഉള്ള ഊലെല്ലാം കൂടെ തപ്പി കൊച്ചിന്റെ പേര് തിരക്കി പോകണ്ട, മൊത്തം പേരാ. കേട്ടോ, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. മനസ്സിലായോ? അങ്ങനെ ശുശ്രൂഷ കയറിപ്പോയെ ഉടനെ അവരെല്ലാം കൂടെ പറഞ്ഞു, വിധവമാരെ കഴിഞ്ഞ് പരിഗണിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കമ്മിറ്റി വിളിക്കാം, ആരെയൊക്കെ ഏതൊക്കെ അതിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കാം. ഇനി ഞാൻ ഒട്ടും എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ട് നാടിക്കറിയുന്നില്ല. ഇവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥന വിട്ട് നിൽക്കത്തില്ല, മറ്റവരെയൊക്കെ ഏൽപ്പിച്ചു. പക്ഷെ ഏൽപ്പിക്കുന്നവന്മാരൊക്കെ ആത്മാവുള്ളവന്മാരായിരിക്കണം. തലേ കഴിച്ച് പ്രാർത്ഥിച്ച് വാചനം അങ്ങോട്ട് പരന്നു. അപ്പം പ്രാർത്ഥനയുടെ ദീപം കത്തിയാൽ, ഹല്ലേലൂയ, അതുമായിട്ട് കണക്ട് ചെയ്യുന്നവരിൽ മൊത്തം അഭിഷേകം. എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരിക, ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വലിയ ആത്മപകർച്ച ഇവിടെ നടക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ കിടന്ന് അലറട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദുർമന്ത്രവാദങ്ങൾ കെട്ടടിയട്ടെ. നീ പ്രാർത്ഥിക്കുന്നവനായി തീർന്നേ. ജനിച്ചപ്പോ മുതലേ ഉള്ളതല്ലയോ? സൗഖ്യമാവുക? ഉറപ്പാട്ടാവും. വിശ്വാസം കണ്ടോ? യേശു എന്നോട് പറഞ്ഞു ഞാൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവ് കൈ തൊടുക. മോളെ ആ തലേന്ന് ഷാളൊന്ന് മാറ്റിക്കേ. ഇനി മോടെ കേൾക്കാത്ത ചെവി ഏതാ? അത് കേൾക്കുന്ന ചെവി അടച്ചു പിടിക്കണേ, നന്നായിട്ട് അടച്ചു പിടിക്കും. യേശുവേ, അടഞ്ഞ ചെവി തുറക്കട്ടെ, അത് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. യേശുവേ, യേശുവേ, യേശുവിന്റെ കൂടെ യേശുവിന്റെ ചാരേ യേശുനാഥ. ഹല്ലേലൂയ. മോളെ എന്തോ മോടെ പേര്? എൻ്റെ പേര് റിൻസി. റിൻസിക്ക് ജനിച്ചപ്പോളെ ഒരു ചെവിയുടെ കേൾവി, വളരെ ലോയിൽ അനക്കങ്ങൾ മാത്രമേ കേൾക്കത്തു. 26 വയസ്സ് വരെ. ഇപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മോളെ കേൾക്കുന്ന ചെവി ഒന്ന് അടച്ചു പിടിക്കാവോ? എന്തുവാ പേര്? റിൻസി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, ഹസ്ബൻഡ്. പപ്പയുടെ പേരെന്തോ? പപ്പയുടെ പേര് കുര്യാക്കോസ്. എവിടാ വീട്? അടൂര്. എവിടാ? അടൂര്. എവിടാ? അടൂര് പഴകുളം. കൊച്ചുകുഞ്ഞിന് പോലും ഇത്രയും ചെവിക്ക് കേൾവിയില്ല. മോള കേൾക്കാതിരുന്ന ചെവി കൊണ്ട് തന്നെയാണോ കേട്ടെ? ജനിച്ച പിന്നെ ഈ ചെവിക്ക് പ്രശ്നമായിരുന്നു. ചെറുതായിട്ടുണ്ടായിരുന്നു. ന്യൂമോണിയ വന്നായിരുന്നു 4-5 വട്ടം. ശ്വാസമുട്ടം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവും എന്നുള്ളതില്ല. പക്ഷെ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയ്യോ, ന്യൂമോണിയ പല പ്രാവശ്യം വന്നു. ഡോക്ടർ പറഞ്ഞു ചെവിയുടെ കേൾവി ഇനി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ യേശു ആ കാതിനെ തുറന്നു കൊടുത്തു. സന്തോഷമായോ? യേശു അത്ഭുതം ചെയ്യുന്നവനാണോ? ഇന്ന് ദൈവവചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉണ്ടായല്ലോ. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ച്
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക് അനേകരെ ദൈവവചനം കൽപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Jesus Voice TV viewers meeting at Chennai on March 23rd Saturday, time 9:30 am to 3 pm. Reverend Annie George ministering. Venue Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99 611 59659.